വിഷ്വൽസ് വന്നപ്പോൾ മുതൽ വളരെ കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ തരത്തിലും പറഞ്ഞു വെച്ചത് ഇവരെ ഈ സേനയിൽ നിന്ന് പുറത്താക്കുക എന്നതിൽ കവിഞ്ഞ് അല്ലെങ്കിൽ എന്നതിൽ കുറഞ്ഞ് യാതൊരു വിധത്തിലുള്ള മുന്നോട്ട് പോകലുകളുമായി കോൺഗ്രസ് സഹകരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളാണ് ഇപ്പോൾ ഈ വിഷ്വൽസ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ വിഷ്വൽസ് കണ്ടിട്ടുള്ളത്. 2 കൊല്ലം മുൻപ് ഇതേ വിഷ്വൽസ് കാണാനും പരിശോധിക്കാനും ഒക്കെ ഉള്ള സാഹചര്യമുണ്ടായ ആളുകളാണ് ഈ സേനയ്ക്കകത്തുള്ള ആളുകൾ. അന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ആളുകൾ മുതൽ അല്ലെങ്കിൽ അന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ എല്ലാ ആളുകളും ഇത് കാണുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്ത ആളുകളാണ്. എന്നിട്ടും ഈ 2.5 കൊല്ലമായി ഈ ആളുകളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന സംവിധാനമാണ് കേരളത്തിലെ പോലീസ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഇത് കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ അവര് ഇതിനു മുൻപ് ഇത് കാണുകയും ഇതുമായി ബന്ധപ്പെട്ട ഇത്ര ബ്രൂട്ടലായിട്ടുള്ള മർദ്ദനത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും കണ്ട ആളുകളാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. അപ്പൊ അത്തരത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ അവരെ പുറത്താക്കുക എന്നുള്ളതിൽ കുറഞ്ഞ് യാതൊരു നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ നരാധമന്മാരായിട്ടുള്ള ഈ പോലീസുകാരെ അതിനുള്ളിൽ വെച്ചു കുറിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം എന്തെങ്കിലും കുറ്റം ചെയ്തതുകൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊവോക്കേഷൻ കൊണ്ടല്ല ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ കണ്ട ദൃശ്യങ്ങൾക്കപ്പുറത്തേക്ക് ഇതിന് മുകളിലെ നിലയിൽ കൊണ്ടുപോയി ഇടിമുറിയിൽ കൊണ്ടുപോയി വീണ്ടും ഉപദ്രവിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ സുജിത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ഇൻക്രിമെന്റ് തടസ്സപ്പെടുത്തുക, 2 കൊല്ലത്തേക്ക് ഇൻക്രിമെന്റ് തടസ്സപ്പെടുത്തി പിന്നെ കൊടുത്തിരിക്കുന്ന ശിക്ഷ ഇവരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് കുന്നംകുളം പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നഗരമധ്യത്തിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. പിന്നെ തൃശ്ശൂർ ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും അതുപോലെ തന്നെ അത്തരത്തിലൊക്കെയുള്ള മണ്ണുത്തിയിലേക്കും ഒക്കെയുള്ള സ്റ്റേഷനുകളിലേക്കാണ് ഇവരെ, വിയൂര് പോലെയുള്ള സ്റ്റേഷനിലേക്കൊക്കെയാണ് ഇവരെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. അപ്പൊ ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു തരത്തിലും പണിഷ്മെന്റ് ആയി കണക്കാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പണിഷ്മെന്റ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൃത്യങ്ങൾക്ക് വളരെ ഒരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിക്ക് അപ്പുറത്തേക്ക് ഇത് കോടതിയിൽ കേസ് നിലനിൽക്കുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള, കാരണം ഡിപ്പാർട്ട്മെന്റ് തന്നെ അല്ലെങ്കിൽ ഭരണകൂടം തന്നെ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അത്തരം ഒരു കാര്യം അവർക്ക് ബോധ്യം വന്നതുകൊണ്ട് കൂടിയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറഞ്ഞു, ഗവൺമെന്റിന് ഒരു സമയം കൊടുക്കും. ഒരു ഗവൺമെന്റിന് അതിന്റെ നടപടികൾ പൂർത്തിയാക്കി അല്ലെങ്കിൽ ആ ഗവൺമെന്റിന് ഒരു കാര്യം ചെയ്യാൻ, ഇപ്പൊ നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പോലെയല്ല, ഒരു ഗവൺമെന്റിന് അതിൻ്റെതായ നടപടികൾ പൂർത്തിയാക്കി ചെയ്യാനുള്ള ഒരു റാഷണബിൾ ടൈം കൊടുക്കും. അതിനുശേഷം ഈ പറയുന്നത് പോലെ വീണ്ടും ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഇതിനെതിരഭിപ്രായത്തിലൂടെയാണ്, അല്ലെങ്കിൽ ഇതിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റിന്റെ തീരുമാനമെങ്കിൽ കുറെ കൂടെ കടുത്ത സമരങ്ങളുമായി തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകും. 10-ാം തീയതി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് വെച്ചിട്ടുണ്ട്. കുന്നംകുളത്ത് ഉൾപ്പെടെ ശക്തമായ രീതിയിലുള്ള മാർച്ചും പ്രതിഷേധവും 10-ാം തീയതി സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും ഈ പോലീസുകാരുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ പോലീസുകാരുമായി ബന്ധപ്പെട്ട് അവരുടെ വീടുകളുമായി ബന്ധപ്പെട്ടൊക്കെ സമരങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ സേനയിൽ വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അത് യൂത്ത് കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മാത്രം പറയുന്നതല്ല. യൂത്ത് കോൺഗ്രസിന്റെ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ടോ ഏതെങ്കിലും ഒരു അമ്പലത്തിലെ പൂജാരി ആയതുകൊണ്ടോ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ടോ മാത്രമല്ല പറയുന്നത്. കേരളത്തിലെ ഒരു യുവാവിനും അല്ലെങ്കിൽ ഒരു പൗരനും ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള ആക്രമണങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന്, പോലീസ് എന്ന് പറയുന്നത് മനുഷ്യരുടെ സംരക്ഷിക്കാനും മനുഷ്യാവകാശം സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ഈ KP ആക്ടിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഫോഴ്സ്ഡ് ആയിട്ടുള്ള നിർബന്ധപൂർവമുള്ള ഒരു തരത്തിലുള്ള മർദ്ദനമുറയോ അല്ലെങ്കിൽ നിർബന്ധപൂർവമുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രയോഗമോ പോലീസിന് നടത്താനുള്ള നിയമം നടപ്പിലാക്കാൻ വേണ്ടി അല്ലാതെ നടപ്പിലാക്കാനുള്ള യാതൊരു സ്വാതന്ത്ര്യവുമില്ല എന്നുള്ളത് വളരെ കൃത്യമായി ഇവരൊക്കെ പഠിച്ചു വെക്കേണ്ട, ഇവരൊക്കെ സർവീസിൽ കയറുമ്പോൾ അറിയേണ്ട അതിന്റെ നിയമവ്യവസ്ഥയിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊന്നും ബോധ്യമില്ലാതെ ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഇവരൊക്കെ ഈ സിനിമയിൽ തുടരും സിനിമയിൽ ജോർജ് സാറും ബെന്നി സാറും ഒക്കെ കളിക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് കേരളത്തിലെ പോലീസുകാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ പ്രയാസമേറിയ ഘട്ടത്തിലൂടെ ഈ സേനയ്ക്ക് മുഴുവൻ നാണക്കേടാകുന്ന രീതിയിൽ മാറേണ്ടി വരും എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു കാര്യം, പ്രതി ചേർത്തവരിൽ ഈ 3 പേർക്കെതിരെയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിലെ CPO ശശിധരനെതിരെ ഇതുവരെ ഒരു അച്ചടക്ക നടപടി എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ഇന്നലെയോ ഇന്നോ ഒന്നും സംഭവിച്ചതിൻ്റെ ദൃശ്യങ്ങളല്ല ഇപ്പോൾ പുറത്തു വന്നതും, 2 വർഷം മുൻപ് നടന്ന കാര്യമാണ്. അതിൽ ഈ ഒരു നാളായിട്ടും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് തന്നെ 2-3 ദിവസം കഴിഞ്ഞു, എന്നിട്ടും ഒരു നടപടിയിലേക്കൊന്നും കടന്നില്ല എന്ന് പറയുമ്പോൾ അത് പോലീസിനെ വലിയ രീതിയിൽ തന്നെ വിമർശനം ഉന്നയിക്കേണ്ട ഒരു സ്ഥിതി തന്നെയാണല്ലോ. ഇതിപ്പോൾ ഒരു നിയമോപദേശം തേടുമ്പോൾ ഏത് തരത്തിലേക്കുള്ള ഒരു നടപടിയെ വരെ എത്തുമെന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഊഹിക്കാമല്ലോ. അതെ, തീർച്ചയായും. ശശീന്ദ്രനെ പോലെയുള്ള ഒരാൾ 2 വർഷമായി ഇത്തരമൊരു കൃത്യത്തിന് മുതിർന്നിട്ട് പോലും
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു CCTV സർവൈലൻസിന്റെ അടിയിലാണ് എന്നുള്ള ബോധ്യത്തിലാണ് ഇവരിത് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ക്യാമറയുടെ സർവൈലൻസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ഇത്ര ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുതിരുന്ന അവരുടെ ആത്മവിശ്വാസം എന്താണെന്ന് നമ്മൾ പരിശോധിക്കണ്ടേ, നമ്മളത് മനസ്സിലാക്കണ്ടേ. എന്ത് ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് അവരത് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണ്ടേ. ഒരു ഘട്ടത്തിലും എത്ര അപകടകരമായ സാഹചര്യത്തിലും ഈ CCTVയുടെ ദൃശ്യങ്ങൾ പുറത്തു പോകില്ല എന്നുള്ള ബോധ്യമാണ് ഏറ്റവും ആദ്യത്തെ. രണ്ടാമത് പറയുന്നത് പോലെ ഇത് പുറത്തു പോയാൽ തന്നെ ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കേരളത്തിലെ പോലീസിനകത്തുണ്ട് എന്നുള്ള അവരുടെ ബോധ്യമാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഈ രണ്ട് ബോധ്യവും, ആദ്യത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുപോയി, ഈ രണ്ടാമത് ഇത് എന്താ പറയാ, ഈ പോലീസ് സേന ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ സൂക്ഷിക്കേണ്ട ഒന്നല്ല എന്നുള്ള ബോധ്യപ്പെടൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ അഴിക്കുള്ളിലാണ് സാധാരണ ക്രിമിനലുകളെങ്കിൽ ഇപ്പോൾ അഴിക്ക് പുറത്ത് ക്രിമിനലുകൾ വിലസുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകണം. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഇനി നടപടി? കാരണം ശശീന്ദ്രനെ പോലെയുള്ള ഒരാളെ 2 കൊല്ലം പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞു, ഒരു തരത്തിലുള്ള പണിഷ്മെന്റും. കാരണം ആദ്യത്തെ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ ഗുരുതരമായി ഇവരൊക്കെ കുറ്റക്കാരാണ് എന്ന് ബോധ്യപ്പെട്ട് പിന്നീട് കോടതി സ്ഥിരീകരിച്ചു. ഇവരൊക്കെ പ്രതി ചേർത്തുകൊണ്ടുള്ള അന്വേഷണം കോടതി ഉത്തരവിട്ടു. എന്നിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സംവിധാനവും ഭരണകൂടവുമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് പൊതുജനം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരം ബോധ്യങ്ങളെയൊക്കെ തകർക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഉത്തരവാദിത്തമായി മാറേണ്ടത്. നേരത്തെ ഏതുതരം പണിഷ്മെന്റിലേക്ക് പോയാലും ഇതിൽ കുറഞ്ഞൊരു പണിഷ്മെന്റ്, അവർ ഇട്ടിരിക്കുന്ന ആ യൂണിഫോം, കേരളത്തിലെ പോലീസ് സേന എല്ലാ കാലത്തും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന, ഒരുപാട് ഈ നാട്ടിലെ ക്രമസമാധാനത്തെ നിയന്ത്രിക്കുന്ന, കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്ന, കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി ശ്രമിക്കുന്ന ആ പോലീസ് സേനയ്ക്ക് അതിന്റെ എല്ലാ മഹിമയും കെടുത്തുന്ന തരത്തിൽ ഇവർ യൂണിഫോം ഇട്ട് തുടർന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായും ഈ സേനയ്ക്കും ഈ നാടിനും ഈ നാട്ടിലെ ജനാധിപത്യ സംവിധാനങ്ങൾക്കും വലിയ ഭീഷണിയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതൊരു കാരണവശാലും ഇപ്പൊ ഇന്നലെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞു, ഇവർ ഇങ്ങനെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ശശീന്ദ്രനെ സംരക്ഷിച്ചതുപോലെയാണ് ഇനിയും സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംവിധാനങ്ങളും ഭരണകൂടങ്ങളും ശ്രമിക്കുന്നതെങ്കിൽ ഇവരൊക്കെ യൂണിഫോം ഇട്ട് പുറത്തേക്ക് ഇറങ്ങണോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ നാട്ടിലെ പൊതുജനങ്ങളും പ്രതിപക്ഷ പാർട്ടിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള സംവിധാനമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.